ഇന്നില്ലേ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബീഫ് വരട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. രണ്ട് സ്റ്റൈലിലാണ് ഞാൻ ബീഫ് വരട്ട് തയ്യാറാക്കുന്നത്. ഒന്ന് മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്, പിന്നെ ഒന്ന് കുക്കറിൽ സ്റ്റൗമ്മ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതാണ്. അതിതാ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവോളയാണ്. വലിയ സവോളയാണെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ. മീഡിയം സൈസിലുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് ഉലുവ, 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് തീ കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫ് വരട്ട് പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ മസാല ഇതുപോലെ എണ്ണയിലൊന്ന് ഇതുപോലെ മൂപ്പിച്ചിട്ട് കരിയാതെ നോക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇവയെല്ലാം ചതച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. കുറച്ചധികം കറിവേപ്പില ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ബീഫ് വരട്ടിനൊക്കെ. അപ്പോൾ അതുപോലെ കറിവേപ്പില ചേർത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറു തീയിൽ നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു 10-20 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മളെ ബീഫ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് തൂമിച്ച് വയ്ക്കണം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടാതെയാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ കൂടി തൂമിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി, കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതൊന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് ഇറച്ചിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചട്ടിയിൽ അടുപ്പത്ത് ബീഫ് വരട്ടിയാൽ ഇതുപോലെ തന്നെ വരട്ടുക. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി കുക്കറിലാണ് ബീഫ് വരട്ടുന്നത്. അത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 സവോള അതുപോലെ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ കൂടി ചതച്ചതാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട്
നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ചെറുതീയിലിട്ടിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കാൻ. ഇനിയിപ്പോൾ അതാ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ജീരകവും ത്തിൻ്റെ പൊടിയും ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് ചെറിയ ചൂടിൽ തന്നെ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ വെന്ത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ചട്ടിയിൽ വെച്ചതാണെന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. കൂടെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇന്നില്ലേ അരിപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റിയായ വെള്ളപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ട് വെള്ളപ്പം തയ്യാറാക്കാൻ നല്ല സോഫ്റ്റായ വെള്ളപ്പം കിട്ടും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 2 കപ്പ് അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ സാധാരണ അരി പൊടിച്ച അരിപ്പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇതുപോലെ തയ്യാറാക്കാം. നല്ല മിക്സായി കിട്ടുമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് അരക്കാനുള്ളതാണ്. അപ്പോൾ അതാ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയാണ്, ഒരു മുറി തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുകയാണ് അരഞ്ഞ് കിട്ടാനായിട്ട്. ഇനി ഇതാ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇതാ ഈ ഒരു കുപ്പിയുടെ 1/4 ഭാഗം ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. ഇത് നമുക്ക് രാവിലെ എടുക്കാനുള്ളതാണ്. ഇനി മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് കുറച്ച് ലൂസിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ലൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ. ഇനി നമുക്ക് രാവിലെ ചുടാനുള്ളതാണ്. അപ്പോൾ ഇതാ നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പിട്ടെടുത്തതിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായ വെള്ളപ്പം തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ അരിയൊക്കെ അരച്ച് ചുടുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയായ വെള്ളപ്പം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അരി കുതിർത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് അതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം എന്നിട്ടൊന്ന് മൂടി വെക്കുക. ഇതാ
അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായ അടിപൊളി വെള്ളപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ വെള്ളപ്പം നമ്മൾ അരിയൊക്കെ അരച്ച് ചുടുന്നതിനേക്കാളും നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് മൂടി വെക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായ വെള്ളപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി രാവിലെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക.